ഹലോ. പെട്ടെന്നുണ്ടായ ഒരു കോട്ടയം ട്രിപ്പാണേ. അപ്പം ഒരു വീഡിയോ എടുത്തതാണ്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ചേട്ടായി പെട്ടെന്ന് വിളിച്ചിട്ടുണ്ട്, മിക്കി ഇനി പെട്ടെന്ന് പിള്ളേരൊക്കെ റെഡി ആക്കുവാണെങ്കിൽ നമുക്കൊന്ന് കോട്ടയം പോയിട്ട് വരാം, എനിക്കൊരു ബിസിനസ് ആവശ്യമുണ്ട്, കൂടെ നിങ്ങൾക്കൊരു കറക്കവും. അപ്പോൾ പിന്നെ കറക്കമല്ലേ, എല്ലാത്തിനും ഇൻട്രസ്റ്റാണ്. പെട്ടെന്ന് എല്ലാത്തിനും വാരിപ്പെറുക്കി റെഡിയാക്കി വണ്ടി കയറി. ഇത് നാഗമ്പടം ആകാശപാതയാണ്. പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ പ്ലേസസ് അത്ര അങ്ങോട്ട് ഫെമിലിയർ അല്ല, വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ കോട്ടയംകാരെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ചേട്ടായിക്ക് ഇവിടെ ബുക്ക് സ്റ്റോളാണ്, ചാച്ചനമ്മയൊക്കെ ആയിട്ട് തുടങ്ങിയത്. 19 വർഷമായി ഇപ്പോൾ ചേട്ടായി നോക്കുവാണ്. അപ്പം നെക്സ്റ്റ് ഇയർ തുടങ്ങാൻ പോകല്ലേ, ഇപ്പോൾ കലണ്ടറൊക്കെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഗവൺമെൻറ് പ്രസ്സിലേക്കാണ് യാത്ര. സേവിച്ചൻ ഭയങ്കര വണ്ടിപ്രാന്തനാണ്. അവിടെ ചേർത്തലേന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. ഇതാ കോട്ടയം എത്തി, അവൻ ഇരുന്നിട്ടില്ല. മുമ്പിൽ നിന്ന് വണ്ടി പോകുന്നു നോക്കുന്നു, പുറകിൽ നിന്ന് നോക്കുന്നു. ഇതാണ് അവൻ്റെ പ്ലാന്. അങ്ങനെ പ്രസ് എത്താനായി. കുഞ്ചു പിന്നെ മുന്നിൽ നിന്ന് പുറകിൽ വന്ന് വർത്താനമൊക്കെ ആയി. അങ്ങനെ കോട്ടയം പ്രസ് എത്തി, ഗവൺമെൻറ് പ്രസ് എത്തി. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി വിടത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് ആവശ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് കയറ്റിയൊക്കെ വിട്ടു. അങ്ങനെ പിള്ളേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ ചേട്ടായിക്ക് അവരവിടുന്ന് കലണ്ടേഴ്സ് എടുത്ത് കൊടുക്കുക, ചേട്ടായി എടുത്ത് വെക്കുക. അപ്പോൾ അപ്പൻ അധ്വാനിക്കുന്നത് മകൾ പുറത്തു നിന്ന് വീഡിയോ എടുക്കുക. ഞാനും സേവിച്ചനും അകത്തുണ്ട്. അവൻ ഫീഡ് ചെയ്യുമായിരുന്നു ഞാൻ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, കുഞ്ചുവിൻ്റെ ആ സന്തോഷം എക്സൈറ്റ്മെൻറ്റും കൊണ്ടുവന്ന് ആ സ്റ്റെപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയതാണ്. അവൾ ഉരുണ്ട് കെട്ടി വീണ്. അയ്യോ പാവം, അതിന് ശരിക്കും വേദന എടുത്തേ. പിന്നെ ആൾക്കൊരു കാര്യമുണ്ട്, ആരുടെ മുമ്പിൽ നിന്ന് കരയില്ല. കരയുന്നതൊക്കെ എന്തോ വലിയ നാണക്കേട് പോലെ. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് അതെന്തോ അങ്ങനത്തെ ഒരു നാണക്കേടാണ്. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഓടി ഇറങ്ങിയോണ്ട് പിള്ളേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായില്ല. ഞാൻ ഉച്ചക്കത്തൊന്നും കഴിച്ചില്ലായിരുന്നു, ചേട്ടായും പിള്ളേരൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ പ്രസ്സിൽ പെട്ടെന്ന് എത്തേണ്ട ആവശ്യമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ കുഞ്ചിനെ കൈയൊക്കെ മുറിഞ്ഞതുകൊണ്ട് അപ്പം വാരി കൊടുക്കുകയാണേ. ചേട്ടായി ആളൊരു ഫുഡിയാണ്, ഞങ്ങൾക്കും അതുപോലെ ഫുഡിയാണ്. ആൾക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു മുട്ടും ഉണ്ടാവില്ല. അത് വെറൈറ്റി ഫുഡ് ഞങ്ങൾക്ക് എപ്പോഴും കഴിക്കാം. പുറത്തിറങ്ങിയാലും വീട്ടിലാണെങ്കിലൊക്കെ എപ്പോഴും ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരും കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ചേട്ടായി കുഞ്ചുവിനിങ്ങനെ കൈവേദന കൊണ്ട് വാരി കൊടുക്കുക. കുഞ്ചുവിനാണെങ്കിൽ ഒത്തിരി വലുത് വായിലോട്ട് കയറ്റി വെക്കുമ്പം കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ സേവിച്ചിന് വാരി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ബീഫ് ചില്ലിയും ബീഫ് കറിയൊക്കെയാണ് വാങ്ങിയത്. അങ്ങനെ കുഞ്ചു കഴിക്കും. അപ്പോൾ കുഞ്ചു പറയാം, അപ്പ ഞാനൊന്ന് ഇറക്കട്ടെ അപ്പം എന്നിട്ട് കഴിക്കാം. അപ്പോഴേക്കും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കണം. ഇങ്ങനെ ഇഷ്ടപ്പെടാണ്ടൊക്കെ കഴിക്കുന്ന ഇഷ്ടമല്ല, വേസ്റ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആൾക്ക് അതിൻ്റെ ഉപദേശമൊക്കെ ശരിക്കും കിട്ടും. പക്ഷെ നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പൻ്റെ കൂടെ കൂടിയിട്ട് ആ കാര്യത്തിൽ. അങ്ങനെ ഞാനും സേവിച്ചനും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ ചേട്ടയ്ക്ക് വേറെ ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു, അവിടെ പോയി. പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റി, ഭയങ്കര ലേറ്റായേ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പക്ഷികളുടെ ഒക്കെ എന്തോ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി. കുഞ്ചുന് ഭയങ്കര സന്തോഷമായി. സേവിച്ചിന് പക്ഷെ എന്താണെന്നറിയില്ല, അവനെ വലിയ അങ്ങ് പിടിച്ചില്ല. അവനൊരു പേടി പോലെയായിരുന്നു. അതിനകത്ത് എന്തൊക്കെയോ സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് തോന്നുന്നു, അവൻ വലുതായിട്ട് നോക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാനും വിശ്വസിച്ചു അവനൊന്നും വല്ല വയ്യാണ്ടായോ, അവനെ ഫുഡ് എന്തെങ്കിലും ശരിയായില്ലേ, എന്തൊക്കെയോ ഒരു കളിയായിരുന്നു അവനെ. പിന്നെ ഇടയ്ക്കിങ്ങനെ നോക്കി, പക്ഷെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. കുഞ്ചു ഇങ്ങനെ പോസ് ചെയ്തു, സേവിച്ചിന് പോസ് ചെയ്യാൻ വിളിച്ചില്ല, അവൻ നിൽക്കില്ല എന്നുള്ള ഇതിൽ തന്നെയാണ്. പിന്നെ കുഞ്ചു കുറേ ബേർഡ്സിൻ്റെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതുപോലെ അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല, പിള്ളേർക്ക് ഇഷ്ടമാവുന്നുള്ളൂ. പിന്നെ ഒരു ഓപ്പൺ ആയിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പക്ഷികൾ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ, പറന്ന് നടക്കുന്ന പോലെ. പൈത്തൺ ഉണ്ടായിരുന്നു കയ്യിൽ പിടിക്കാൻ. ഞാൻ കാറിൽ നിന്ന് വലിയ ബിൽഡപ്പായിരുന്നു. ഇവിടെ മാസ്റ്ററിനും ഇച്ചിരി പാമ്പിനെ പേടിയുള്ള ഞാൻ പിടിക്കും, അവിടെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് പോലും പോയില്ല. പക്ഷെ മാസ്റ്റേട്ടൻ കൂളായിട്ട് അതിനെ പിടിച്ചു. കുഞ്ചു വരെ തൊട്ടു. പിന്നെ കളർ മുക്കിയ കോഴിക്കുഞ്ഞൊക്കെ ഉണ്ടായി, കുഞ്ചു അതിനൊക്കെ പിടിച്ചു. മൊയിലും കുഞ്ഞുങ്ങളുണ്ടായി. സേവിച്ചൻ പിന്നെ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, അവൻ നോക്കുന്നുണ്ടായിരുന്നേ. എന്നാലും അവന് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ തൊട്ടു. ഇതുങ്ങൾക്കൊക്കെ നല്ല ധൈര്യമാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ അടുത്തൊന്നും പോയില്ല. ഇവരിതൊക്കെ തൊട്ടു. നല്ല സേവിച്ചിട്ട് അങ്ങോട്ടും ശരിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിനൊരു എന്ത് പറ്റി. പിന്നെ അവിടെ കുറേ എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൻ അവിടെ നിന്ന് കുഞ്ചുവിനെ വലിച്ചുകൊണ്ട് വേഗം പോയി. കുഞ്ചുവിനെ അതുകൊണ്ട് ചെറിയൊരു പടക്കമുണ്ട്, എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കേണ്ട കുഞ്ചു നല്ലതല്ല എന്ന് പറഞ്ഞാൽ നാക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു നെഹ്റു പാർക്ക്. അപ്പോൾ ഞങ്ങൾ വെച്ചു കുഞ്ചുവിൻ്റെ മൂടൊന്ന് മാറ്റാം. കണ്ടോ, ദേഷ്യം പിടിച്ച് സങ്കടപ്പെട്ട് നടക്കാം, മൂടൊന്ന് മാറ്റാം. സേവിച്ചനും നടക്കാൻ ഭയങ്കര ഇഷ്ടം സ്ഥലമുള്ള അടുത്ത്. അപ്പോൾ സേവിച്ചൻ്റെ മുഖത്തൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു ചിരി കാണാം, ഇതെനിക്കിഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആളും കൂളായിട്ടോ, ഞങ്ങൾക്കും ആശ്വാസമായി. അവന് അവിടെ എന്തോ ഇഷ്ടപ്പെട്ടില്ല, ഒച്ചയും പിന്നെ നല്ല അപ്പിമണം ഉണ്ടായിരുന്നു പക്ഷികളുടെ. അതാന്ന് തോന്നുന്നു അവന് വലുതങ്ങിട്ട് അങ്ങനെ പിടിച്ചില്ല. പിന്നെ ചേട്ടായി പിള്ളേരെ രണ്ടുപേരെയും കൂടി ഇങ്ങനെ കളിപ്പിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ചുവിൻ്റെ മൂഡ് ഓഫ് ഒക്കെ മാറി. അത്ര നേരമേ ഉള്ളൂ കുഞ്ചുവിനെ, ഒത്തിരി നേരം ഒന്നും പിണങ്ങിയിരിക്കത്തില്ല. പിന്നെ ഒന്നിനോട് അങ്ങനെ വലിയ വാശിയില്ല കേട്ടോ കുഞ്ചുവിന്. വേണ്ടേ അപ്പോൾ ഒന്ന് ശരി എന്നാൽ വേണ്ട, എന്നാലും എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം മതി, വലിയ സാധനമൊന്നും വേണ്ട. പിണങ്ങിയാലും ഒരു ഇച്ചിരി നേരമേ ഉള്ളൂ, കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അവൾ ശരിക്കും ഞങ്ങൾക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് കുഞ്ചു.
സേവിച്ചിനെ പക്ഷെ കുറുമ്പന നല്ല കുറുമ്പൻ. സേവിച്ചിന് നടക്കണം, കളിക്കുന്നതിനേക്കാളും കൂടുതൽ നടക്കണം. കുഞ്ചു അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതിൻ്റെ മേലൊക്കെ വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ഒരു പേടിത്തൊണ്ടി അമ്മ, അപ്പം ഞാനിങ്ങനെ പുറകെ നടക്കും. അപ്പോൾ ചേട്ടായി പറയും വിട്, കൂളായിട്ട് വിട്, അവൾ അതൊക്കെ ചെയ്യും. അവൾ കളരിയൊക്കെ പഠിക്കുന്നുണ്ട്, ആളുടെ ബോഡിയൊക്കെ നല്ല ഫ്ലെക്സിബിളാണ്. സേവിച്ച നടത്തം തന്നെ നടത്തും. അപ്പം എന്നെ പുറകെ കാണുന്നതുകൊണ്ട് ഞാനെങ്ങനെ എടുക്കുമെന്ന് പേടിച്ചാണ് ഓടുന്നത്. ഓട്ടം കണ്ടില്ല, നടപ്പൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. കൈ കൊണ്ട് അവൻ ബാലൻസ് ചെയ്ത് പിടിക്കുക, വീടല്ലേ ദൈവമേ എന്നുള്ള രീതിയിൽ. പക്ഷെ ഓട്ടത്തിൻ്റെ സ്പീഡൊക്കെ ഒരു ഒന്നൊന്നര സ്പീഡാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം കുഞ്ചു കളിക്കാനൊക്കെ പോയതിൻ്റെ പുറകെ അവളുടെ കൂടെ കൂട്ടിയിരുന്നു. ചേട്ടായി അവനെയും കൊണ്ട് നടക്കാൻ പോയി. ഇതവൾക്ക് അമ്മയെ ആട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സ്പീഡിലൊന്നും ആട്ടിക്കൊടുത്തോണ്ട് അവൾക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടും കൂടി അതിലേക്ക് കറങ്ങി നടന്ന്. കുഞ്ചു പിന്നെ എപ്പോഴും ഒരു ഡാൻസ് കളിയാണ്, പാട്ടുണ്ടെങ്കിൽ ആൾ ഡാൻസറാണ് കേട്ടോ, കളിക്കും നന്നായിട്ട്. അങ്ങനെ പിന്നെ ഞാനും കുഞ്ചും കൂടി ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത്. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ബോർഡ്, ആദ്യം ഇടേണ്ട വീഡിയോ ആണ്, മാറിപ്പോയി. പിന്നെ ചേട്ടായി അവിടുന്ന് കാറെടുത്ത് വരുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത്. എൻ്റെ ദൈവമേ, കോട്ടയം തൊട്ട് ചേർത്തല വരെ ഇടിയും മഴയായിരുന്നു. ഇത് ഞാൻ ചേർത്തല എത്തിക്കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് ഇടിയാൻ്റെ ഫോൺ എടുത്തില്ലായിരുന്നു. മക്കൾ രണ്ടും ഉറങ്ങി. വരുന്ന വഴിക്ക് KFC വാങ്ങിക്കൊടുത്ത് അവർ കാറിലിരുന്ന് കഴിച്ച് രണ്ടുപേരും ഉറങ്ങി. ഇത് ഞങ്ങൾ തറവാട് വീടിൻ്റെ അടുത്ത് തന്നെ ആണ് നമ്മുടെ ഗോഡൗൺ കടേൻ്റെ. അപ്പോൾ ചേട്ടായി ആ കലണ്ടേഴ്സൊക്കെ ഗോഡൗണിലോട്ട് എടുത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചാച്ചനമ്മ ഇവിടെ നിൽക്കുന്നത്. നല്ല മഴയാണ് അപ്പോഴും. ചേട്ടായി അതൊക്കെ പെറുക്കിയൊക്കെ പാവം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കുക. എനിക്കും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, മക്കൾ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഉറക്കമായിരുന്നു രണ്ടുപേരും. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കടന്നുറങ്ങി. ഞാൻ ആ നെഹ്റു പാർക്ക് എന്ന് അവിടുത്തെ ചേട്ടനോട് പറഞ്ഞിട്ട് എങ്ങനെയോ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുപ്പിച്ചു. പക്ഷേ സേവി ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.